ദൈവനാമത്തിൽപ്പെടുമാറാകട്ടെ. നോയമ്പുകാലത്തോടനുബന്ധിച്ചുള്ള വചന ധ്യാനത്തിലേക്ക് അവർക്ക് സ്വാഗതം. ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരിക്കൽ ഒരു സംഭവം ഉണ്ടായി. ഒരു യുവാവ് വലിയൊരു കുറ്റത്തിൽ കുടുങ്ങി കോടതിയിൽ നിൽക്കുകയായിരുന്നു. തെളിവുകളെല്ലാം അവൻ്റെ വിരുദ്ധമായി ശിക്ഷ ഉറപ്പായിരുന്നു. അവൻ്റെ കുടുംബത്തിൽ വളരെ ദാരിദ്ര്യമായിരുന്നു. അവനെ രക്ഷിക്കുവാൻ ആരുമില്ലായിരുന്നു. അവസാന വിധി പറയുവാൻ ജഡ്ജി എഴുന്നേറ്റപ്പോൾ അപ്രതീക്ഷിതമായി ഒരു വൃദ്ധൻ കോടതിയിലെത്തി. അവൻ പറഞ്ഞു, ഈ യുവാവിന് പകരം ശിക്ഷ ഞാൻ ഏറ്റെടുക്കാം. എല്ലാവരും അതിശയിച്ചു. നിങ്ങൾക്ക് ഇയാളോട് എന്ത് ബന്ധം എന്ന് ചോദിച്ചു. വൃദ്ധൻ ശാന്തമായി മറുപടി നൽകി, ബന്ധമില്ല, പക്ഷേ ഞാൻ അവനെ സ്നേഹിക്കുന്നു. ആ സ്നേഹത്തിൽ ആ യുവാവ് ശിക്ഷയിൽ നിന്നും മോചിതനായി. അവൻ പുതിയൊരു ജീവിതം ആരംഭിച്ചു. കാരണം ആരോ ഒരാൾ അവൻ്റെ പകരം ശിക്ഷ ഏറ്റെടുത്തു. പ്രിയ സഹോദരങ്ങളെ, ഈ കഥ നമ്മെ ഒരിക്കൽ ഒരു വലിയ സത്യത്തിലേക്ക് നയിക്കുന്നു. കാൽവരിയിലെ ക്രൂശിൽ നാം കാണുന്നത് ഇതിലും ആഴമുള്ള സ്നേഹമാണ്. ക്രൂശിൽ കർത്താവായ യേശു ക്രിസ്തു 2 കള്ളന്മാരുടെ മധ്യേ തൂങ്ങിയപ്പോൾ അത് ഒരു സാധാരണ മരണമല്ലായിരുന്നു. അത് മനുഷ്യ ചരിത്രത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായിരുന്നു. ഭാവിയായ മനുഷ്യനെ രക്ഷിക്കുവാൻ ദൈവപുത്രൻ ശിക്ഷ ഏറ്റെടുത്തു. നമുക്ക് പകരം അവൻ മരണം ഏറ്റെടുത്തു. ക്രൂശിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ചുള്ള 3 ഉൾക്കാഴ്ചകൾ. രക്തം ശരിയാതെ പാപക്ഷമയില്ല. പഴയ നിയമത്തിൽ മൃഗയാഗങ്ങൾ ഉണ്ടായിരുന്നു, എന്നാൽ അവ പാപങ്ങളെ പൂർണ്ണമായി നീക്കുവാൻ കഴിവില്ലായിരുന്നു. ക്രൂശിൽ യേശുക്രിസ്തു തൻ്റെ സ്വന്തം രക്തം ചൊരിഞ്ഞപ്പോൾ അത് ഒരിക്കലും ആവർത്തിക്കേണ്ടതില്ലാത്ത സമ്പൂർണ്ണ യാഗമായി മാറി. ആയതുകൊണ്ട് ക്രൂശ് നമ്മോട് പറയുന്നു, നമ്മുടെ പാപങ്ങൾക്ക് വലിയ വില കൊടുത്തിരിക്കുന്നു. മധ്യസ്ഥതയുടെ സത്യം. ഞാനാണ് വഴിയും സത്യവും ജീവനും. ദൈവത്തിനു മനുഷ്യപുത്രനിടയിൽ ഒരു മധ്യസ്ഥൻ ആവശ്യമായിരുന്നു. ക്രൂശിൽ യേശു ദൈവത്തിൻ്റെ നീതിയും മനുഷ്യൻ്റെ ആവശ്യമെന്ന് ഉൾക്കൊണ്ടുവന്നു. അതായത് ക്രൂശ് നമ്മോട് പറയുന്നു, ദൈവത്തിലേക്കുള്ള ഏക വഴി യേശുവാണ്. ക്രൂശ് തോൽവിയല്ല, അത് വിജയം തന്നെയാണ്.
പാപത്തിൻ്റെയും മരണത്തിൻ്റെയും ശക്തി അവിടെ തകർന്നു. മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ഈ വിജയത്തിൻ്റെ മുദ്രയാണ്. അതായത് ഈ ക്രൂശ് നമ്മോട് പറയുന്നു നമ്മുടെ ഭാവി പ്രത്യാശയുള്ളതാണ്. ക്രൂശ് നമ്മോട് പറയുന്നു ഒരു സന്ദേശമാണ്. സ്നേഹം, ക്ഷമ, വീണ്ടെടുപ്പ്. ഇന്ന് കർത്താവ് നമ്മെ വിളിക്കുന്നു, എന്നിലേക്ക് വരുവീൻ. കാരുണ്യനായ സ്വർഗസ്ഥ പിതാവേ, കാൽവരിയിലെ ക്രൂശിൽ കാണിച്ച അതിലില്ലാത്ത സ്നേഹത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ പാവങ്ങൾക്കായി കർത്താവായ യേശുക്രിസ്തു തൻ്റെ ജീവൻ നൽകിയതിനും അവൻ്റെ രക്തത്തിൽ ഞങ്ങൾ ശുദ്ധീകരിക്കപ്പെടേണ്ടതിനും നന്ദി കർത്താവേ. ക്രൂശിൻ്റെ സത്യത്തിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിയട്ടെ. ഞങ്ങൾ അത് കേൾക്കുന്നതിനും മാത്രമല്ല ജീവിതത്തിൽ അനുഭവിക്കുവാനും സഹായിക്കണമേ. നമ്മുടെ പാവങ്ങളെ സമ്മതിച്ച് അവിടുത്തെ സന്നിധിയിലേക്ക് തിരിഞ്ഞു വരുവാൻ കൃപ നൽകണമേ. നമ്മുടെ ജീവിതം, കുടുംബം, സഭ, രാജ്യം എല്ലാം നിന്റെ സമാധാനത്തിൽ നിറയട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണമേ. ആമേൻ.